ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചൊവ്വരി വെച്ചിട്ടാണ്. ചൊവ്വരി എന്നൊക്കെ പറയും, ഇതിന് sabudina എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടും പിന്നെ ഒപ്പം കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ടും നമ്മൾ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനിലാണ് നമ്മളിന്ന് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ 4 മണി പലഹാരമാണ്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്ക് തന്നെയാണ്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഈ ഒരു ചൊവ്വരി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള ചൊവ്വരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 200 ml ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ മെഷർമെൻറ്റ് കപ്പ് വേണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ നിങ്ങളുടെ മെഷർ ചെയ്യുന്ന കപ്പ് ഏതാണോ അത് യൂസ് ചെയ്താൽ മതിയാവും. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരണം ആദ്യം. കാരണം ഇതിൽ അപ്പടി പൊടിയായിരിക്കും, അതുപോലെ സ്റ്റാർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വരാം. ഇപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള ആ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 തവണ കഴുകി കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പോളം ഉള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ചേർത്തത് വലിയ പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്പം പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും ആ തൈരൊന്ന് ചെന്നിരിക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ചൊവ്വരി നന്നായിട്ട് ഈ തൈരൊന്ന് കുടിക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അരമണിക്കൂർ കഴിഞ്ഞു. ഇങ്ങനെ ശരിക്കും അതൊരു കട്ട പോലെയാണ് ഇരിക്കുന്ന തൈരെല്ലാം, ഈ ചൊവ്വരിയെല്ലാം തൈര് കുടിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അത് കുടിച്ചു, ഈ ഒരു നന്നായി കുതിർന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചൊവ്വരി എടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ചോറ് ഉടയുന്നത് പോലെ, വെന്ത ചോറ് ഉടയുന്നത് പോലെ ഇതിങ്ങനെ ഉടഞ്ഞു കിട്ടും കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതിനർത്ഥം തൈരൊക്കെ നന്നായിട്ട് ഈ ഒരു ചൊവ്വരിക്കകത്ത് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ സ്നാക്കും ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, ഇതിൻ്റെ ഒരു അകം എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ അടിച്ചെടുക്കാൻ പോകുന്നത് 3 പച്ചമുളക്. ഇത് അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് തന്നെയാണ്, വേറെ എരിവിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല നമ്മൾ. അപ്പോൾ 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒപ്പം ഇഞ്ചി, 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഏകദേശം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ചതച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അരഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുതിർത്തൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ചൊവ്വരി ഇതിനകത്തോട്ടൊന്ന് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഈ ഒരു പച്ചമുളകും അതുപോലെ ഇഞ്ചി, ഇത് കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ കൂടെ നന്നായി ഈ ഒരു ചൊവ്വരി കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആവും, നന്നായിട്ട് ബ്ലെൻഡ് ആവും. അപ്പോൾ നമുക്ക് നല്ലൊരു സ്വാദായിരിക്കും. ഇതിന് നമ്മൾ കടിക്കുന്ന ഓരോ ബൈറ്റിനകത്തും ഈ ഒരു പച്ചമുളകിൻ്റെ ഇഞ്ചിയിലൊക്കെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. അപ്പോൾ മിക്സിയിൽ ചെറിയ ജാർ എടുക്കായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് വരിക. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇച്ചിരി പശപ്പ് പോലെയാണ് ഇരിക്കുക, അത് നിങ്ങൾ സാരാക്കണ്ട, നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ബൗളിനകത്തോട്ട് ഞാനൊന്ന് മാറ്റിയിടുന്നുണ്ട്. ഞാൻ മാവൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലൊക്കെ ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാം. അതിന് മുന്നേ ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിതൊന്ന് എടുത്ത് കാണിക്കാട്ടോ. കണ്ടോ, ചെറിയൊരു പശപ്പ് കണ്ടോ? അത് ഈ ചൊവ്വരിയുടെ ഒരു പ്രത്യേകതയാണ്, ഈ ഒരു പശപ്പായിട്ട് വരുന്നത്. അത് നമുക്ക് അരിപ്പൊടിയൊക്കെ ഇട്ട് ശരിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/4 കപ്പോളം ഉള്ള ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, ഇതിന് പകരം നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് സവോളയാണ്. ഞാൻ ഒരു ചെറിയ സവോള ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അല്പം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പിലാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ മല്ലിയില തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പോളം ഉള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്തതോ വറുക്കാത്തതോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് പാക്കറ്റിൽ മേടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. ആ ഒരു ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഇത് ചെറിയ ജീരകമാണ് കേട്ടോ. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എടുക്കുന്ന ജീരകം എന്താണ്, വലുതാണോ ചെറുതാണോ എന്ന്. ഇത് ചെറിയ ജീരകമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട്
തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിന് തന്നെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു തുള്ളി പോലും വെള്ളം നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. ഒരു ഏകദേശം ഒരു മിനിറ്റോളം 1.5 മിനിറ്റോളം എടുത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇത് റെഡിയാണ്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനാണ് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പശപ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ അരിപ്പൊടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 1/2 കപ്പോളം ഉള്ള അരിപ്പൊടി കറക്റ്റായിരുന്നു. ഇനി ഞാൻ കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ടുണ്ട്. ഈ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതൊരു ബോൾ ഷേപ്പിലൊക്കെ ആക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതൊന്ന് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2-3 രീതിയിൽ കാണിക്കാം. ഒന്ന്, ഞാൻ ഇതുപോലെ നമ്മൾ സാധാരണ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് ഉരുട്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്. വേറൊന്ന് ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാം, നമുക്ക് അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് ഒരു കട്ട്ലറ്റിൻ്റെ പരുവത്തിനൊന്ന് കാണിക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ നമുക്കിനി എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിപ്സൊക്കെ കൊടുക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ചിപ്സിൻ്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനിപ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് റോൾ ചെയ്താൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഈ ചെറിയ ചെറിയ റോളുകളൊക്കെ ആക്കി ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിം, ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മാത്രമേ പുറമൊക്കെ നല്ല ഭംഗിയിലും അകം നന്നായിട്ട് വെന്തും വരത്തുള്ളൂ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉരുട്ടിയൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ച് എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം. എന്നിട്ട് കൈവിടാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി തിരിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ഒരേ കളർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തേ മതിയാവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. അകം നല്ല സോഫ്റ്റായി വെന്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. എങ്കിലാണ് അതിൻ്റെ അകം സോഫ്റ്റായി വരത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതിനോട് ബന്ധപ്പെട്ട കാര്യമല്ല കേട്ടോ. എന്നോട് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് റിപ്ലൈ കിട്ടുന്നില്ല, ഞങ്ങൾ ചോദിക്കണതിനൊന്നും മറുപടി ഇല്ലയെന്ന്. അപ്പോൾ അതൊന്ന് എനിക്ക് കൺവേ ചെയ്യണമെന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു അതൊന്നൊരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് വിടാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, എല്ലാവരും ഇങ്ങനെ വെറുപ്പിക്കേണ്ട, വീഡിയോയിൽ തന്നെ അങ്ങ് പറഞ്ഞേക്കാം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു ഇച്ചിരി തിരക്കുണ്ട്. ഇപ്പോൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ തരാൻ പറ്റാത്തത്. എങ്കിൽ പോലും ഞാൻ പറ്റുന്ന പോലെ സംശയങ്ങൾക്കൊക്കെ മറുപടി അയക്കാറുണ്ട്. ഞാനൊരു 2-3 ദിവസത്തിനുള്ള പ്രോപ്പറായിട്ട് അയക്കാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും എന്നോട് ഒന്ന് ക്ഷമിക്കുക. ഞാൻ ഉടനെ തന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിലോട്ട് വരാം. സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇത് നന്നായിട്ട് എൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഒത്തിരി കരിച്ച് ഇതൊരു ബ്രൗൺ ആയിട്ട് മാറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാനിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കട്ട്ലേറ്റ് പോലെയൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്ര എണ്ണയുടെ കാര്യമില്ല കേട്ടോ. ഇതിങ്ങനെ ഉരുണ്ടിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ എത്താനായിട്ട് അത്യാവശ്യം എണ്ണ ഞാൻ ഒഴിച്ചത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയല്ല, സാധാരണ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് വേണ്ടിയത്. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരിക. കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല ഉരുണ്ടാണ് വരിക, നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ അകം ഞാനിപ്പോൾ കാണിക്കാം എന്തുമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇത് വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 15-20 എണ്ണം നമുക്ക് ആ ഒരു കപ്പോളം വെള്ള ചൊവ്വരിന്ന് കിട്ടും കേട്ടോ. ഇതൊരു സാധാരണ കുഞ്ഞിതൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉണ്ട തന്നെയാണ്, സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തുമാത്രം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കാണിക്കാം. അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയാണ്. ഇങ്ങനെ ഞാനൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും പഞ്ഞി പോലെയാണ്. നമ്മുടെ ആ ചവ്വരിയൊക്കെ നന്നായിട്ട് അങ്ങ് കുഴഞ്ഞൊക്കെ നമ്മൾ അടിച്ചെടുത്ത് വന്നതുകൊണ്ടും
തൈരാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അതുപോലെ ഇനി ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് തൈരിന് പകരം എന്ത് ചേർക്കാമെന്ന്. ഇപ്പോൾ ഈ ഒരു സ്നാക്കിൽ നിങ്ങൾക്ക് തൈരിന് പകരം വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്കിത് നന്നായി കുതിർന്ന് വരണമെന്നേ ഉള്ളൂ. പിന്നെ തൈര് ചേർത്തത് നമ്മുടെ ഈ സ്നാക്കിൻ്റെ അകമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുട്ടി സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.